നമുക്കിന്നൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഊരി നോക്കിയാലോ. അതിന് ആദ്യമായിട്ട് ഇതാണ് നമ്മൾ ഊരാൻ പോകുന്ന എക്സ്റ്റൻഷൻ ബോക്സ്. ഇതൊരു ഹെവി ഡ്യൂട്ടി എക്സ്റ്റൻഷൻ ബോക്സാണ്. ഹെവി ഡ്യൂട്ടി എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ സ്വിച്ച് ശ്രദ്ധിച്ചല്ലേ, നമ്മുടെ പഴയ ടൈപ്പ് സ്വിച്ചുകൾക്ക് വരുന്നില്ലേ. ഇപ്പോഴത്തെ മോഡലാണല്ലോ, പഴയ ടൈപ്പ്, ആ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇത് വലിയ ഒരു എർത്ത് പിന്ന്, ഒരു ചെറിയ എർത്ത് പിന്ന്, അതേപോലെ ഈ വലുതിലേക്ക് പറ്റിയ 2 ന്യൂട്രൽ ഫേസും ചെറുതിലേക്ക് പറ്റിയ ന്യൂട്രൽ ഫേസും, അങ്ങനെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഒരു 6 പിൻ ഹോൾ. ഇതിൻ്റെ മാക്സിമം ലോഡ് കപ്പാസിറ്റി 240 വോൾട്ട് 16 ആമ്പാണ്. സ്വിച്ചും സാധാരണയേക്കാൾ വലിയൊരു സ്വിച്ചാണ്, പവർ സ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള സ്വിച്ചാണത്. ഇതിൻ്റെയും ലോഡ് കപ്പാസിറ്റി 16 ആമ്പ് 230 വോൾട്ടാണ്. ഈ സാധനം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 3 കോർ കേബിളിലൂടെയാണ്. ഒരു 1 mm സ്ക്വയറിൻ്റെ 3 കോർ കേബിളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പ്ലഗിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോർമൽ 230 വോൾട്ട് 6 ആമ്പിൻ്റെ ഒരു 3 പിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. കേബിൾ ഓൾമോസ്റ്റ് ഒരു 6 മീറ്റർ നീളമുണ്ട്. ഇത് ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 1-2 വർഷം മുമ്പ് വയർ ചെയ്തൊരു എക്സ്റ്റൻഷൻ ബോക്സാണ്. നമുക്കിപ്പോൾ അതിൻ്റെ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് സോക്കറ്റ് ഊരുക. സോക്കറ്റിനകത്തെ കണക്ഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. ഒരു എർത്ത് പിന്നെ ഒരു ഫേസ് അല്ലെങ്കിൽ ലൈൻ, ന്യൂട്രൽ. ഈ ന്യൂട്രൽ ലൈൻ എർത്ത്, ഇത് 3ൻ്റെയും ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ മാർക്കുകൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാം. ഇവിടെ എർത്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്, ലൈൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ലൈൻ്റെ ഇൻഡിക്കേഷൻ സാധാരണ L എന്നാണ് കാണുന്നത്, ക്യാപിറ്റൽ L. ന്യൂട്രലിന് ക്യാപിറ്റൽ N ആണ് കാണുന്നത്. അത് ആ പിന്നിൻ്റെ താഴെ തന്നെ ഉണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. നമുക്കിനി എക്സ്റ്റൻഷൻ ബോക്സ് അഴിച്ച് നോക്കാം. നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സ് തുറക്കുമ്പോൾ അതിനുള്ളിൽ ആകെ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബോക്സിൻ്റെ ഉൾവശം നമ്മൾ കാണുന്നത്. ഇത് സ്വിച്ചിലേക്കുള്ള കണക്ഷൻ, 2 ടെർമിനൽ കണക്ഷൻ. ഇത് പ്ലഗ് അല്ലെങ്കിൽ സോക്കറ്റ് വരുന്നത് 3 പിൻ കണക്ഷൻ. ഇതാണ് നമ്മുടെ സപ്ലൈ വയർ വരുന്നത്. സപ്ലൈ വയറിൽ നമ്മൾ റെഡ് ഫേസിലേക്കാണ് കൊടുത്തത്. അത് നേരെ സ്വിച്ചിൻ്റെ ടെർമിനലിലേക്ക് കൊടുത്തു. സ്വിച്ചിൻ്റെ മറ്റേ ടെർമിനലിൽ നിന്ന് ഒരു വയർ ജമ്പറിട്ട് നമ്മുടെ സോക്കറ്റിൻ്റെ ഫേസിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ സപ്ലൈ കൊടുത്ത കേബിളിൻ്റെ ഗ്രീൻ എർത്തിലേക്കാണ്, അതിവിടെ മുകളിൽ സോക്കറ്റിൻ്റെ എർത്തിലേക്കും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ന്യൂട്രലാണ്, അത് സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ വർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫേസ് വഴി കറണ്ട് കയറി വയറിൽ കൂടെ വന്ന് സ്വിച്ചിൽ വന്ന് നിൽക്കും. സ്വിച്ച് നമ്മൾ ഓണാക്കുന്ന സമയത്ത് സ്വിച്ചിലൂടെ കറണ്ട് ഫേസിലേക്ക് വരുന്നു, പിന്നെ അടുത്ത ന്യൂട്രൽ അത് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.